iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളപ്പോൾ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ PYQs ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 36 ആണ് അടുത്തതായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 36-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ റിഗാർഡിംഗ് ഡർഹം റൂൾ. ആദ്യത്തെ ഓപ്ഷൻ ഇറ്റ് ഈസ് ഇൻ ലൈൻ വിത്ത് ലീഗൽ ഇൻസാനിറ്റി. സെക്കൻഡ് ഓപ്ഷൻ ഇറ്റ് ഈസ് ഇൻ ലൈൻ വിത്ത് മെഡിക്കൽ ഇൻസാനിറ്റി. ഓപ്ഷൻ നമ്പർ 3 an accused is not criminally responsible if his unlawful act was the product of mental disease or defect. Option number 4 it is in consonance with and an extension of Macnaughton's rules. Options 1 and 2, 2 and 3, 3 and 4, 1 and 4. Correct answer 2 and 3 ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. ഡർഹം റൂൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡർഹം വേഴ്സസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന 1954 കേസിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു പ്രിൻസിപ്പിളാണ്. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇസ് എ ലീഗൽ ടെസ്റ്റ് ഫോർ ദ ഇൻസാനിറ്റി ഡിഫൻസ് ആണ്, which is considered to be in line with modern psychiatric understanding of mental illness at the time it was introduced. അപ്പോൾ ഈ പറയുന്ന മെഡിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ സൈക്യാട്രിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മെന്റൽ ഇൽനെസ്സിൻ്റെ ഒരു ടെസ്റ്റാണ് ഡർഹംസ് റൂൾ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റൂൾ വാസ് എ ഡിപ്പാർച്ചർ ഫ്രം ദ മാക്നോട്ടൻസ് റൂൾസ് നാരോ കോഗ്നിറ്റീവ് ഫോക്കസ്. അല്ലെങ്കിൽ ലീഗൽ ഇൻസാനിറ്റി ആണെങ്കിൽ മാത്രമേ അത് ഇൻസാനിറ്റിയുടെ പരിധിയിൽ വരുള്ളൂ. അതായത് മെന്റൽ ഇൻസാനിറ്റി അല്ല, നമുക്ക് ലീഗൽ ഇൻസാനിറ്റി ആണ് വേണ്ടത് എന്നുള്ളതാണ് മാക്നോട്ടൻസ് റൂളിനകത്ത് പറയുന്നത്. അപ്പൊ അതിൽ നിന്നുള്ളൊരു ഡിപ്പാർച്ചർ ആയിരുന്നു ദ ഡർഹംസ് റൂൾ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഇറ്റ് പ്ലേസ്ഡ് ആൻ എംഫസിസ് ഓൺ ടെസ്റ്റിമണി ഫ്രം സൈക്യാട്രിസ്റ്റ് ആൻഡ് എ ബ്രോഡർ വ്യൂ ഓഫ് മെന്റൽ ഡിസീസ് ഓർ ഡിഫക്റ്റ്. അപ്പം മെഡിക്കൽ ഇൻസാനിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന സൈക്യാട്രിസ്റ്റുകളുടെ ഒക്കെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം വേണം കൺസിഡർ ചെയ്യാൻ ഇൻസാനിറ്റിയുടെ കാര്യം. അപ്പോൾ ഒരു മെന്റൽ ഡിസീസ് അല്ലെങ്കിൽ ഡിഫക്റ്റിന്റെ ഒരു ബ്രോഡർ വ്യൂ ആണ് പറയുന്നത് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 3 ട്രൂ ആവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡർഹം റൂളിന്റെ കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അക്യൂസ്ഡ് ഈസ് നോട്ട് ക്രിമിനലി റെസ്പോൺസിബിൾ ഇഫ് their unlawful act was the product of a mental disease or defect. അപ്പം മെന്റൽ ഡിസീസിൻ്റെയോ ഡിഫക്റ്റിൻ്റെയോ കാരണം കൊണ്ടാണ് അവർ ചെയ്ത പ്രവൃത്തി അത് അൺലോഫുൾ ആവുന്നതും അതിൽ ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി വരുന്നതുമെങ്കിൽ അവരെ അക്യൂസ്ഡിനെ ക്രിമിനലി ലയബിൾ ആക്കാൻ പറ്റില്ല എന്നാണ് ഡർഹംസ് റൂൾ പറയുന്നത്. അതും കറക്റ്റ് ആണ്. കാര്യം മാക്നോട്ടൻസ് റൂളിനകത്ത് പറയുന്ന ലീഗൽ ഇൻസാനിറ്റി അല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്, മെഡിക്കൽ ഇൻസാനിറ്റിയും കൂടിയാണ്. ഓപ്ഷൻ 1 ഇൻകറക്റ്റ് ആവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡർഹംസ് റൂൾ ഫോക്കസ് ചെയ്യുന്നത് മെഡിക്കൽ മോഡൽ ഓഫ് ഇൻസാനിറ്റി ആണ്. അതായത് മാക്നോട്ടൻസ് റൂളിൽ പറയുന്ന ലീഗൽ ഇൻസാനിറ്റി അല്ല, മെഡിക്കൽ ഇൻസാനിറ്റി ആണ് എന്നാണ്. സ്റ്റേറ്റ്മെന്റ് 4ലേക്ക് വരുമ്പോഴത്തേക്ക് ഡർഹംസ് റൂൾ ഡിഫറെൻ്റ് ആണ്. കാര്യം ബ്രോഡർ ടെസ്റ്റ് ഫോർ ഇൻസാനിറ്റി ആണ്, അല്ലാതെ മാക്നോട്ടൻസ് റൂളിന്റെ എക്സ്റ്റൻഷൻ അല്ല ഡർഹംസ് റൂൾ എന്ന് പറയുന്നത്. മാക്നോട്ടൻസ് റൂള് കോഗ്നിറ്റീവ് കപ്പാസിറ്റി ടു നോ റൈറ്റ് ഫ്രം റോങ് എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ ഡർഹംസ് റൂൾ പറയുന്നത് കാഷ്വൽ ലിങ്ക് ബിറ്റ്വീൻ മെന്റൽ കണ്ടീഷൻ ആൻഡ് ക്രിമിനൽ ആക്ട്. മെന്റൽ കണ്ടീഷനും ക്രിമിനൽ ആക്ടും തമ്മിലുള്ള സ്വാഭാവികമായിട്ടുള്ള ലിങ്ക് എന്താണ് എന്നാണ് ഡർഹംസ് റൂൾ ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 37 ആണ്. ദ ലൂബെക്ക്-ആപ്പിൾ പ്രൂഫ് മെത്തേഡ് ഇഫ് മെയ്ഡ് ആപ്ലിക്കബിൾ ഇൻ ഇന്ത്യ ദെൻ it will be in relation to which provision of Indian Penal Code 1860? Section 81, 82, 83, 84. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 83 ആണ്. അപ്പം നമുക്ക് ആദ്യം ലൂബെക്ക്-ആപ്പിൾ ടെസ്റ്റ് എന്താണ് എന്ന് നോക്കാം. ലൂബെക്ക്-ആപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജുഡീഷ്യൽ ടൂൾ ആണ് which is to assess a child's maturity അല്ലെങ്കിൽ ഡോളി ഇൻകപ്പാക്സ്. കുട്ടിക്ക് മെന്റൽ ഇൻകേപ്പബിലിറ്റി ഇല്ല എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്ന ഒരു ടെസ്റ്റാണ് ഈ പറയുന്ന ലൂബെക്ക്-ആപ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ
ഇന്ത്യൻ പീനൽ കോഡിലെ കപ്പാസിറ്റി ഓഫ് ചിൽഡ്രൻ പ്രൈമർലി അണ്ടർ സെക്ഷൻ 83, അതായത് 7 to 12 ഇയേഴ്സിൽ വരുന്ന കുട്ടികളുടെ ഇൻകേപ്പബിലിറ്റി ഓഫ് കമ്മിറ്റിംഗ് ക്രൈം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതായത് 7 to 12 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനന്തരഫലം മനസ്സിലാക്കാൻ ആ കുട്ടി കേപ്പബിൾ ആണോ അല്ലയോ എന്ന് ഒരു ടെസ്റ്റ് നടത്തി, അതായത് ബോയർ ഡയർ എന്ന് പറയുന്ന ടെസ്റ്റ് നടത്തി നമ്മൾ അസേർട്ടൈൻ ചെയ്തിട്ടാണ് ആ കുട്ടിക്ക് ക്രിമിനൽ ലയബിലിറ്റി വരുമോ ഇല്ലയോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം ഡോളി ഇൻകപ്പാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ 7 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് കേപ്പബിലിറ്റി, മെന്റൽ കേപ്പബിലിറ്റി ഇല്ല എന്നുള്ളതാണ് വരുന്നത്. എന്നാൽ ബോയർ ഡയർ ടെസ്റ്റാണ് നമ്മൾ 7 to 12 ഇയേഴ്സ് വരെയുള്ള കുട്ടികളുടെ മെന്റൽ എബിലിറ്റി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 83 പ്രകാരം ഈ ഒരു പ്രിസംഷൻ ഉണ്ട്, 7 to 12 ഇയേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഇൻകേപ്പബിൾ ടു ക്രൈം ആണ് അൺലെസ് they are mature enough to understand their actions fitting the test purpose. അപ്പോൾ നമ്മൾ ലുബക് ആപ്പിൾ ടെസ്റ്റ് അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 83ലേക്കാണ് അത് വരുന്നത്. 83 എന്ന് പറയുന്ന ഓഫറിങ് ആൻ ആപ്പിൾ വിത്ത് എ പെനി എന്നുള്ളതാണ് ആ ടെസ്റ്റിൻ്റെ പ്രോസസ്സ്. നമുക്കത് നമ്മൾ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ ഈ ടെസ്റ്റ് വഴി ചൈൽഡിന് ആപ്പിൾ ചൂസ് ചെയ്യാനുള്ള, അതായത് പെന്നിയാണോ ആപ്പിളാണോ, അതായത് മെച്യൂരിറ്റി ആൻഡ് ഇമ്മച്യൂരിറ്റി അസേർട്ടൈൻ ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ബോയർ ഡയർ ടെസ്റ്റാണ്. അതായത് കുട്ടികളോട് ജഡ്ജസ് ചോദ്യം ചോദിച്ച് ഇവരുടെ മെന്റൽ എബിലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ 83ലാണ് ഇത് വരിക. 82 എന്ന് പറയുന്ന ഡോളി ഇൻകപ്പാക്സ് ആണ് പറയുന്നത്. 7 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന ദേ ആർ ഇൻകേപ്പബിൾ, അതായത് ഇവർക്ക് മെന്റൽ കേപ്പബിലിറ്റി ഇല്ല എന്നാണ് നമ്മുടെ പ്രിസംഷൻ. 84നകത്ത് വരുന്ന അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആണ്, അല്ലാണ്ട് ചിൽഡ്രൻസിന്റെ ഇൻകപ്പാസിറ്റിയുമായി ബന്ധപ്പെടുത്തി അല്ല. 81നകത്ത് ഹാം, ദാറ്റ് ഇസ്, അതായത് ദി ആക്ട്സ് ലൈക്ലി ടു കോസ് ഹാം ബട്ട് ഡൺ ടു പ്രിവെന്റ് ഗ്രേറ്റർ ഹാം. അതായത് നെസസിറ്റി ആണ് നമ്മൾ പറയുന്നത്. ഒരു ഗ്രേറ്റർ ഹാം പ്രിവെന്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മളൊരു സ്ലൈറ്റർ ഹാം ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്യുന്നതാണ് 81നകത്ത് പറയുന്നത്. അപ്പം ലുബക് ആപ്പിൾ ടെസ്റ്റിന്റെ ആപ്ലിക്കബിലിറ്റി ഇന്ത്യയിൽ വരുവാണെങ്കിൽ അത് 83ലേക്കായിരിക്കും വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 38, ഹൂ സെഡ് എ drunkard who is voluntariates theremin has no privilege thereby, but what hurt or ill soever he doth, his drunkenness doth aggravate it. അതായത് ഒരു ഡ്രങ്കഡ് വോളണ്ടറിലി കുടിക്കുകയാണ്, അയാൾക്ക് അതുവഴി അയാൾ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് ഹേർട്ട് അല്ലെങ്കിൽ ഇല്ല് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതുവഴി പ്രിവിലേജ് കിട്ടില്ല എന്ന് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ് വരുന്നത്. പക്ഷെ ഇത് കുറച്ചൊരു ഏൻഷ്യൻ ഇംഗ്ലീഷിൻ്റെ സ്റ്റൈലിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് ആര് പറഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. ഹോക്കിൻസ്, എഡ്വേർഡ് കോക്ക്, ജെയിംസ് സ്റ്റീഫൻ, ലോർഡ് ഗോഡാർഡ് ആണ്. കറക്റ്റ് ആൻസർ എഡ്വേർഡ് കോക്ക് ആണ്. 39, in case of a free fight between two parties, right of private defense is available to both the parties. Right of private defense is available to more vulnerable party. No right of private defense is available to either party. Right of private defense is not available to aggressor. ഇതാണ് ഓപ്ഷൻസ്. നമുക്ക് ആൻസർ നോക്കാം. കറക്റ്റ് ആൻസർ നോ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഇസ് അവൈലബിൾ ടു എയ്തർ പാർട്ടി എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ഫൈറ്റ് എന്ന് പറയുന്നിടത്ത് രണ്ട് പാർട്ടീസും വോളണ്ടറിലി, അതായത് സ്വമേധയാ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നതാണ്. അപ്പോൾ ഫ്രീ ഫൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇവർക്കിടയിൽ ഒരു കൺഫ്രണ്ടേഷൻ ഉണ്ട്, അവിടെ പ്രീമീഡിയേഷൻ ഉണ്ട് ആൻഡ് ക്ലിയർ ഇൻറ്റൻഷൻ ടു ഫൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വ്യക്തികളെയും നിയമം അഗ്രസേഴ്സ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് ഡിഫെൻസീവ് റൈറ്റ് ആണ്, അത് കിട്ടില്ല. കാര്യം ഇവര് അഗ്രസീവ് ആയിട്ട്, അതായത് റിട്രിബ്യൂട്ടീവ് ആയിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സഡൻ ഒരു കൺഫ്രണ്ടേഷൻ അല്ലെങ്കിൽ ഒരു സഡൻ ഫൈറ്റിനെ തുടർന്ന് അല്ലെങ്കിൽ പ്രൊവക്കേഷൻ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ പ്രൈവറ്റ് ഡിഫൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പം നമ്മളൊരു ഇമിനന്റ് ഡേഞ്ചർ പ്രിവെന്റ് ചെയ്യാൻ,
അല്ലെങ്കിൽ സഡൻലി കൺഫ്രണ്ട് ചെയ്യുമ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നടപടിയാണ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയണേ. അല്ലാണ്ട് നമുക്ക് നമ്മുടെ എതിരെ ഒരു അറ്റാക്ക് വരുമ്പോൾ നമുക്ക് പബ്ലിക് അതോറിറ്റീസിനെ, അതായത് പോലീസിനെ പോലെയുള്ള അതോറിറ്റീസിനെ കോൺടാക്ട് ചെയ്ത് നമ്മളെ സംരക്ഷിക്കാനായി ഒരു നടപടി എടുക്കാൻ പറ്റാത്ത വേളയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട റൈറ്റ് ആണ്, നമ്മുടെ സെൽഫ് പ്രിസർവേഷന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ആണ് റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയണേ. അത് നമ്മൾ അഗ്രസർ എന്നുള്ള ഒരു കാറ്റഗറി നിൽക്കുമ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. Both parties are armed and prepared for a confrontation. Neither party can typically claim that they were acting purely in self-defense. അപ്പോൾ സെൽഫ് ക്രിയേഷൻ ഓഫ് ഡേഞ്ചർ എന്ന് പറയുന്നത് ഇവിടെ പ്രസന്റ് ആയതുകൊണ്ട് തന്നെ ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ആക്ഷൻ. അപ്പോൾ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് രണ്ട് പാർട്ടീസിനും അവൈലബിൾ ആണ് എന്നുള്ളത് ഇൻകറക്റ്റ് ആണ്. കാര്യം ഇവിടെ ഫ്രീ ഫൈറ്റ് ആണ്, അവിടെ മ്യൂച്വൽ അഗ്രഷൻ ഉണ്ട്, എസെൻഷ്യൽ കണ്ടീഷൻസ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഇസ് അവൈലബിൾ ടു മോർ വൾണറബിൾ പാർട്ടി എന്ന് പറയുന്നതും ഇവിടെ ഇൻകറക്റ്റ് ആണ്. കാര്യം ഫ്രീ ഫൈറ്റ് ആകുമ്പോഴത്തേക്ക് അവിടെ കൺഫ്രണ്ടേഷൻ എന്നുള്ളത് ഓൾറെഡി ഫോക്കസ് ചെയ്തിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ അവിടെ ഈ റിലേറ്റീവ് ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ വൾണറബിലിറ്റിക്ക് അവിടെ സ്കോപ്പ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ റൈറ്റ് ഇസ് ജനറലി അൺഅവൈലബിൾ ടു ഓൾ പാർട്ടിസിപ്പൻസ് ആണ്. ഇനി ഓപ്ഷൻ ഡി പറയുന്നത് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഇസ് നോട്ട് അവൈലബിൾ ടു അഗ്രസർ ഇസ് ജനറലി എ കറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ലോ, ബട്ട് ഇൻ ദിസ് സ്പെസിഫിക് കേസ് ഓഫ് ഫ്രീ ഫൈറ്റ് ബോത്ത് പാർട്ടീസ് ആർ കൺസിഡേർഡ് അഗ്രസേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ സി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40 ആണ്. ആക്ട് ഓഫ് എ ജഡ്ജ് ആക്ടിംഗ് ജുഡീഷ്യലി is protected from criminal proceedings under section 77 IPC, section 78 IPC, section 3 of Judges Protection Act of 1985, section 1 of Judicial Officers Protection Act 1850. Correct answer 1 and 2 ആണോ, 2 and 3, 1 and 3 ആണോ, 1 and 4 ആണോ, 2 and 3 ആണോ എന്നാണ്. കറക്റ്റ് ആൻസർ 1 and 3 ആണ്. നമുക്ക് നോക്കാം. An act of a judge acting judicially is protected from criminal proceeding under section 77 IPC ആണ്. ഈ ആക്ടിനകത്ത്, ഈ സെക്ഷനകത്താണ് എക്സ്പ്ലിസിറ്റ്ലി പറയുന്ന nothing is an offense which is done by a judge when acting judicially in the exercise of any power which is or which in good faith he believes to be given to him by law. നിയമപരമായി അയാൾക്കുള്ള അധികാരത്തിന്റെ പുറത്ത് നല്ല ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അയാൾക്ക് ലയബിലിറ്റി വരില്ല എന്നാണ് സെക്ഷൻ 77 പറയുന്നത്. അതുപോലെ സെക്ഷൻ 3 ഓഫ് ജഡ്ജസ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1985 ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്കകത്ത് പറയുന്നുണ്ട്. നോ കോർട്ട് ഷാൽ എന്റർടൈൻ എനി സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിങ്സ് അഗൈൻസ്റ്റ് എനി പേഴ്സൺ who is or who was a judge for any act, thing or word committed, done or spoken in the course of acting or purporting to act in the discharge of their official or judicial duty or function. ഇനി സെക്ഷൻ 78 IPC പ്രൊട്ടക്ട് ചെയ്യുന്നത് കോടതിയുടെ ഉത്തരവിന്മേൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെയാണ്. അതായത് പേഴ്സൺസ് എക്സിക്യൂട്ടിംഗ് എ കോർട്ട്സ് ഓർഡർ or judgment and not necessarily the judges themselves. അപ്പം സെക്ഷൻ 1 ഓഫ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ടും ഇമ്മ്യൂണിറ്റി ഫ്രം സിവിൽ സ്യൂട്ട്സ് ആണ് പറയുന്നത്. അപ്പോൾ 78 1 അല്ല, അതുകൊണ്ടാണ് 1 and 3 എന്ന് പറയുന്ന കോമ്പിനേഷൻ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 41 ആണ്. ആസ് ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ദിസ് കോഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രസിഡൻസി ടൗൺസ് ഓർ സിറ്റി shall be deemed to be declared under subsection 1 of section 8 of CRPC to be a metropolitan area? Question number 41 ആണ്. ഓപ്ഷൻസിൽ ബോംബെ, അഹമ്മദാബാദ്, ഡൽഹി 1 and 2 ബോത്ത് എന്നുള്ളതാണ് ഓപ്ഷൻസ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ 1 and 2 ബോത്ത് ആണ്, അതായത് ബോംബെ അഹമ്മദാബാദും ആണ്. സെക്ഷൻ 8(2) ഓഫ് CRPC പ്രകാരം ബോംബെ, കാൽക്കട്ട, മദ്രാസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെന്നൈ
and Ahmedabad were automatically deemed as metropolitan areas upon the code's commencement. അതായത് ഈ കോഡ് നിലവിൽ വന്നതോടെ ബോംബെ, കാൽക്കട്ട, മദ്രാസ് ആൻഡ് അഹമ്മദാബാദ് ഓട്ടോമാറ്റിക്കലി മെട്രോപൊളിറ്റൻ ഏരിയയുടെ പരിധിയിലേക്ക് വന്നു. ബട്ട് ദി ആക്ച്വൽ ഡിക്ലറേഷൻ ഇൻക്ലൂഡഡ് മോർ സിറ്റീസ് ആൻഡ് അപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻ എ ബോംബെ കറക്റ്റ് ആയിട്ട് വന്നു. എന്നാൽ ആക്ച്വൽ ഡിക്ലറേഷനകത്ത് ഇത് കൂടാതെ മറ്റ് സിറ്റീസും കൂടെ വരുന്നുണ്ട്. ആൻഡ് ജനറലി എനി സിറ്റി ഓവർ 1 million പോപ്പുലേഷൻ ക്യാൻ ബി ഡിക്ലെയർഡ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഡൽഹിയും ഒരു മെട്രോപൊളിറ്റൻ ഏരിയയിലേക്ക് വന്നു. നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്ക് കോണ്ടെക്സ്ച്വലി അക്യുറേറ്റ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന നമ്മളിവിടെ ഓപ്ഷൻസ് ആയിട്ട് പറയുന്നത് ബോംബെ, അഹമ്മദാബാദ് ആൻഡ് ഡൽഹി ആണ്. പക്ഷെ കറക്റ്റ് ഓപ്ഷൻ ബോംബെ ആൻഡ് അഹമ്മദാബാദ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാര്യം 1 and 2. അപ്പൊ ആക്ടിനകത്ത് പെർസെ പറയുന്നത് ബോംബെയും അഹമ്മദാബാദും ആണ്. എന്നാൽ ഡൽഹി ഈ പറയുന്ന ഇതിൽ ഒരു കാറ്റഗറി കൂടെ ഉണ്ട്. അതായത് ഈ മെട്രോപൊളിറ്റൻ ഏരിയാസ് ആവാൻ ഒരു ഓർ കണ്ടീഷൻ എന്ന് പറയുന്നത് 1 million പോപ്പുലേഷന്റെ മേലെ ഉള്ള സിറ്റീസ് എല്ലാം മെട്രോപൊളിറ്റന്റെ പരിധിയിൽ വരും. അങ്ങനെ നോക്കുമ്പോൾ ഡൽഹിയും കൂടെ വരും. എന്നാൽ പോലും ആക്ട് ആദ്യം വന്നപ്പോൾ സബ്സെക്ഷൻ നോക്കുമ്പോൾ 8 ഡൽഹിയുടെ മെൻഷനിങ് ഇല്ല. അതുകൊണ്ട് ഡിക്ലറേഷൻ വഴി വന്ന ഡൽഹിയെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂല. അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ ബോംബെ ആൻഡ് അഹമ്മദാബാദ് ആണ്. അപ്പം ബോംബെ, കൽക്കട്ട, മദ്രാസ്, അഹമ്മദാബാദ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള മെട്രോപൊളിറ്റൻ ഏരിയാസ് ആണ് ഫ്രം ദ വെരി ബിഗിനിങ്. എന്നാൽ ഡൽഹി ഒക്കെ പിന്നീട് 1 million മേലെ പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് ലേറ്റർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുക ചെയ്ത ഏരിയ ആണ് ഡൽഹി. അതുകൊണ്ടാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് വരാത്തത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 42 ആണ്. Which of the following is empowered to establish courts of judicial magistrate of first class and of the second class in every district? The state government by law, the state government in consultation with High Court by law, the state government after consultation with High Court by notification, the state government in consultation with the High Court by amendment in the Code of Criminal Procedure 1973. Correct answer, state government after consultation with the High Court by notification ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 11 clause 1 ഓഫ് CRPC പ്രകാരം എല്ലാ ഡിസ്ട്രിക്റ്റിലും നോട്ട് ബീയിങ് എ മെട്രോപൊളിറ്റൻ ഏരിയ there shall be established as many as judicial magistrates of first class and of second class as the state government may think fit എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ കോടതികൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഹൈക്കോർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഗസറ്റിൽ പബ്ലിഷ് ചെയ്താണ് വരുന്നത്. അതർ ഓപ്ഷൻസ് ഇൻകറക്റ്റ് ആവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഇസ് ഡൺ ബൈ നോട്ടിഫിക്കേഷൻ അണ്ടർ എക്സിസ്റ്റിംഗ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. അതിന് സെപ്പറേറ്റ് ലോയുടെ ആവശ്യമൊന്നുമില്ല. ഓരോ എസ്റ്റാബ്ലിഷ്മെന്റിനും സെപ്പറേറ്റ് ലോയുടെ നോട്ടിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്താൽ മതി. ഇനി അടുത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വഴി ചെയ്താൽ മതി. അതായത് സ്പെഷ്യൽ ലോ ഒന്നും വേണ്ട, CRPCക്കകത്ത് തന്നെ പവർ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വഴി മാത്രം പബ്ലിഷ് ചെയ്താൽ മതി. അടുത്ത ഓപ്ഷൻ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് ബൈ ലോ. അവിടെയും ഹൈക്കോടതിയെ കൺസൾട്ട് ചെയ്തോളൂ, പക്ഷെ പ്രത്യേകം നിയമം ഒന്നും വേണ്ട നമുക്ക് ഈ പറയുന്ന JFMC കോടതികൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് ബൈ അമെൻമെന്റ് ഇൻ ദ CRPCക്കകത്ത് അമെൻമെന്റ് നടത്തേണ്ട ആവശ്യവും വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statements is or are correct with regard to section 24 of CRPC 1973? For every high court, the central government shall, after consultation with the Supreme Court, appoint a public prosecutor and may also appoint one or more additional public prosecutors. B. For every high court, the central government, after consultation with the high court, appoints any number of public prosecutors along with one or more additional public prosecutors. C.
For every High Court, the central government, after consultation with the High Court, appoints a public prosecutor and may also appoint one or more additional public prosecutors. Option D, none of the above. ഇതിനകത്ത് every High Court, central government, after consultation with High Court, appoints a public prosecutor and may also appoint one or more additional public prosecutors എന്നുള്ളതാണ് കറക്റ്റ്. സെക്ഷൻ 24(1) പ്രകാരം CRPCയിൽ എല്ലാ ഹൈക്കോടതികൾക്കും സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ സെൻട്രൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഹൈക്കോടതിയുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം പബ്ലിക് പ്രോസിക്യൂട്ടറിനെ അപ്പോയിന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പറയുന്ന ഗവൺമെന്റിന്റെ മാറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നതിലേക്ക് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അവരെയും ഈ പറയുന്നത് പ്രകാരം പ്രോസിക്യൂഷൻ, അപ്പീൽ അല്ലെങ്കിൽ മറ്റ് പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. സി അക്യുറേറ്റ്ലി റിഫ്ലെക്ട്സ് ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് ആണ്. അതായത് ആക്ടിനകത്തുള്ളത് കറക്റ്റായിട്ട് പറയുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷന്റെ ഉള്ളിൽ ആണ്. ഇനി അതർ ഓപ്ഷൻസ് ഇൻകറക്റ്റ് ആവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് മസ്റ്റ് കൺസൾട്ട് വിത്ത് ഹൈക്കോർട്ട്, നോട്ട് സുപ്രീം കോർട്ട് ആണ് ഫോർ ദ അപ്പോയിൻമെന്റ് ഓഫ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ്. പിന്നെ ഗവൺമെന്റിനകത്ത് പറയുന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ആൻഡ് മേ ഓൾസോ അപ്പോയിന്റ് വൺ ഓർ മോർ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ മാത്രമല്ല, ഒന്നിലധികം കോടതി ഉണ്ടെങ്കിൽ ഒന്നിലധികം ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നതിനും പ്രശ്നമില്ല. അപ്പൊ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് ആണ് പറയുന്നത്. എനി നമ്പർ എന്നുള്ളത് ഉപയോഗിക്കുന്നില്ല ആക്ടിനുള്ളിൽ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 44 ആണ്. ഹൂ ക്യാൻ അപ്പോയിന്റ് എ ജഡ്ജ് ഓഫ് സെഷൻസ് കോർട്ട്? അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ബൈ ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. കറക്റ്റ് ഓപ്ഷൻ ഹൈക്കോർട്ട് ആണ്. കറക്റ്റ് ആൻസർ ഇസ് ഡി, ബൈ ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് എടുക്കാം. അതായത് ഇതിനൊരു കുഴപ്പമുണ്ട്, ഈ ക്വസ്റ്റ്യൻ ഒരു കുഴപ്പമുണ്ട്. ഹൈക്കോർട്ടും ഗവർണർ ഓഫ് ദ സ്റ്റേറ്റും ഇതിനകത്ത് വരുന്ന ഒരു ആൻസർ ആണ്. അപ്പം അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ നോക്കാം. ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കറക്റ്റ് ആണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോയിൻമെന്റ്, പോസ്റ്റിംഗ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ഡിസ്ട്രിക്ട് ജഡ്ജസ്, എ കാറ്റഗറി which includes judges of sessions court in any state, are made by the governor of the state in consultation with high court exercising jurisdiction over that state. ഇങ്ങനെ ഒരു പ്രൊവിഷൻ ആർട്ടിക്കിൾ 233 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്നുണ്ട്. അതായത് സെഷൻസ് കോടതികൾ അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോടതികളിൽ സെഷൻസ് കോടതി ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഈ സെഷൻസ് ജഡ്ജസ് ആണ് ഈ ഡിസ്ട്രിക്ട് ജഡ്ജസ് എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ അപ്പോയിൻമെന്റ്, പോസ്റ്റിംഗ് ആൻഡ് പ്രൊമോഷന്റെ കാര്യങ്ങളിൽ ഗവർണർക്ക് ഹൈക്കോടതിയുമായി കൺസൾട്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം ആർട്ടിക്കിൾ 233 പറയുന്നുണ്ട്. അതേസമയം നമ്മൾ CRPCക്ക് ഉള്ളിലേക്ക് നോക്കുമ്പോൾ CRPCയിൽ സെക്ഷൻ 9 ക്ലോസ് 4 പറയുന്നുണ്ട് ഹൈക്കോർട്ട് അപ്പോയിന്റ്സ് ജഡ്ജസ് ടു സെഷൻസ് കോർട്ട് എന്നുള്ളത്. അപ്പം 9 ക്ലോസ് 4 ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആക്ടിനകത്ത് പറയുന്നത് ഹൈക്കോടതിക്ക് അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 233 പ്രകാരം ഗവർണർക്കും അപ്പോയിന്റ്മെന്റ് പോസിബിൾ ആണ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട്. അപ്പൊ ഒരു ലൈക്ലി ആൻസർ ആണ്, നമുക്ക് അവിടെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അപ്പോയിന്റ്മെന്റ് ബൈ ഗവർണർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട് ആണ്. അപ്പൊ അങ്ങനെയല്ല നമ്മുടെ ഓപ്ഷൻ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന 9(4) കൺസിഡർ ചെയ്ത് നമുക്ക് ഹൈക്കോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ എഴുതാം. പക്ഷെ ഇങ്ങനൊരു പോസിബിൾ ആൻസർ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 45. എനി പേഴ്സൺ accused of an offense before a criminal court shall be a competent witness for the defense and may give evidence on oath. Options: A. Accused cannot be a witness. B. An accused can be compelled to give his own evidence generally. C. He can be called as a witness only on his own request in writing. D. Either 1 or 2. Correct answer: he can be called as a witness only on his own request in writing. അപ്പോൾ സെക്ഷൻ 315 CRPC പ്രകാരം പ്രതിയായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി, അക്യൂസ്ഡ് കുറ്റാരോപിതനാണ്. അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്ക്
ഇൻ റൈറ്റിംഗിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹി മേ ബി കോൾഡ് ആസ് എ വിറ്റ്നസ്. ആ സെക്ഷൻ പറയുന്നത്, അത് പ്രൊവിഷൻ പറയുന്നത് സെക്ഷൻ 315 അപ്പൊ അക്യൂസ്ഡ് പേഴ്സണിന് ഇൻ റൈറ്റിംഗിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ he can be made a competent witness for the defense, but explicitly states they cannot be compelled to testify and must request it in writing, with their silence not leading to negative assumptions. മറ്റു ഓപ്ഷൻസ് ഇൻകറക്റ്റ് ആണെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്യൂസ് കനോട്ട് ബി എ വിറ്റ്നസ് എന്ന് പറയുന്നത് തെറ്റാണ്. കാര്യം 315 അവരെ കോമ്പറ്റന്റ് വിറ്റ്നസ് ആയിട്ട് കൃത്യമായി പ്രൊവിഷൻ പറയുന്നുണ്ട്. അതുപോലെ അക്യൂസ് പേഴ്സണിനെ നമുക്ക് കമ്പല് ചെയ്ത് അയാൾക്കെതിരെ തന്നെ എവിഡൻസ് കൊടുക്കാം എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ബി പറയുന്നത്. അത് തെറ്റാണ്. കാര്യം നമുക്ക് ആർട്ടിക്കിൾ 20 പ്രകാരം റൈറ്റ് അഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറഞ്ഞ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അത് പ്രകാരം എന്നെ പ്രേരിപ്പിച്ച് എനിക്കെതിരെ തന്നെ തെളിവ് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തിയെ കമ്പൽ ചെയ്ത് അയാളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് ടെസ്റ്റിഫൈ ചെയ്യിക്കോ അല്ലെങ്കിൽ അയാൾക്കെതിരെ തെളിവ് കൊടുക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. എന്നാൽ അയാൾ തന്നെ ആവശ്യപ്പെട്ട് അയാളെ വിറ്റ്നസ് ആക്കണം എന്ന് കൺസിഡർ ചെയ്യാൻ പറഞ്ഞാൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് he can be called as a witness only on his own request in writing ആണ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.